അങ്ങനെ തുണിക്കടയിൽ നിൽക്കുകയായിരുന്നു രമ്യ. തുണിക്കടയിൽ നിന്നതും പെട്ടെന്ന് അവൾക്ക് ലോകം മൊത്തം കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ബോധം കെട്ട് വീണു. സ്റ്റാഫുകളെല്ലാം കൂടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ ഇട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനും മൂത്രം ചെക്ക് ചെയ്യാനും ഒക്കെ കൊടുത്തു. റിസൾട്ടിന് കുറച്ച് വെയിറ്റ് ചെയ്യണം. രമ്യ ഓക്കെ ആയപ്പോൾ രമ്യയോട് സുഹൃത്തുക്കൾ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിക്കൂ, അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കൂ. രമ്യയുടെ കഥകളൊന്നും കടയിൽ ആർക്കും അറിയില്ല. അവൾ ആരോടും ഷെയർ ചെയ്തിട്ടുമില്ല. അവൾക്ക് അവിടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. മനഃപൂർവ്വം ആരുമായിട്ടും അടുക്കാത്തതാണ്. കാരണം അടുത്തു കഴിഞ്ഞാൽ തൻ്റെയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഓർക്കാതെ വീണാൽ പിന്നെ അതായിരിക്കും ചർച്ച. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആരുമായിട്ടും അവൾ സൗഹൃദം വെച്ചിട്ടില്ല. ഭർത്താവിനെ വിളിക്കാൻ കൂടെയുള്ളവർ പറഞ്ഞു. അവൾ മനോജിൻ്റെ നമ്പരെടുത്ത് ഡയൽ ചെയ്തു. ബെല്ലുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. 3-4 വട്ടം വിളിച്ചിട്ടും എടുക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി തൻ്റെ കോൾ മനഃപൂർവ്വം അവൻ എടുക്കാത്തതാണെന്ന്. കാരണം ആദ്യമൊക്കെ അവൾ കരുതിയിരുന്നത് ഫോണിൻ്റെ ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് മനഃപൂർവ്വം എടുക്കാത്തതാണെന്ന്. ഒരു 3-4 പ്രാവശ്യം കൂട്ടുകാരുടെ നിർബന്ധ കാരണം അവൾ വിളിച്ചു. ചിലപ്പം ഏട്ടൻ തിരക്കിലായിരിക്കും. അവൾ സുഹൃത്തുക്കളോട് പറഞ്ഞു, എങ്കിൽ വാട്സപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടേക്കൂ, നിനക്ക് വയ്യെന്നും പറഞ്ഞ്. അത് ഇട്ടേക്കാം. അവൾ ടൈപ്പ് ചെയ്തിട്ടു. ഒരനക്കവുമില്ല, കണ്ടിട്ടുമില്ല. മിക്കവാറും ആരെങ്കിലും കൂടെ കറങ്ങിയടിച്ച് നടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ റിസൾട്ടൊക്കെ വന്നു. നന്നായിട്ട് BP കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷുഗറും കുറവാണ്. ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? ഡോക്ടർ ചോദിച്ചു. ആഹാരം കഴിക്കുന്നുണ്ട് ഡോക്ടർ, അവൾ പറഞ്ഞു. ആഹാരത്തിൻ്റെ നല്ല കുറവുണ്ട്. ബ്ലഡൊക്കെ ഒരുപാട് കുറവാണ്. മൂത്രം കൂടി ചെക്ക് ചെയ്തത് പ്രഗ്നൻസിയുടെ വല്ല കാര്യമുണ്ടോ എന്ന് നോക്കാനാ. അതൊന്നുമില്ല. ആഹാരമൊക്കെ നന്നായി കഴിക്കണം. മരുന്നും കാര്യങ്ങളുമൊക്കെ അവൾക്ക് കൊടുത്തു. മരുന്നെടുക്കാൻ അവളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പിന്നെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് പിരിവിട്ടിട്ടാണ് മരുന്ന് വാങ്ങിച്ചത്. വീട്ടിൽ കൊണ്ടാക്കാമെന്ന് കൂട്ടുകാരികൾ പറഞ്ഞു. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെ ആയി. അടുത്തുള്ള കടയിൽ നിന്ന് അവൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ അവൾ ഒരുവിധം ഓക്കെ ആയി. വല്ലാത്ത ക്ഷീണവും തളർച്ചയും. വയ്യാണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു. ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല. മനോജിനാണെങ്കിൽ പോയ വഴിയാണ്. ഇപ്പോൾ തൻ്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും താൻ ജോലി ചെയ്ത് പൈസ കൊണ്ട് കൊടുക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും അവൾ ബാക്കി സമയം കൂടി കടയിൽ നിന്നു. കാരണം സാലറി കട്ടാവരുതല്ലോ. അവർ വയ്യെങ്കിൽ പോകാൻ പറഞ്ഞുവെങ്കിലും അവൾ അവിടെ തന്നെ തുടർന്നു. അങ്ങനെ എന്നും പോകുന്ന ബസ്സിൽ കയറി. സീറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് സീറ്റില്ല. ആകെപ്പാടെ തളർന്ന മട്ടായിരുന്നു. അവളുടെ വയ്യാത്ത ഭാവം കണ്ട് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് കൊടുത്തു. അവൾ ആ സീറ്റിലിരുന്നു. അവളോട് നന്ദി പറഞ്ഞു, താങ്ക് യു മോളെ എന്ന്. അങ്ങനെ സ്റ്റോപ്പിലെത്തി. അവൾ എങ്ങനെയെങ്കിലുമൊക്കെ വീടെത്തിയപ്പോൾ ലൈറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി മനോജ് വീട്ടിലുണ്ടെന്ന്. അവൾക്കൊരാശ്വാസം തോന്നി. അവൾ ചെന്നുടനെ കസേരയിലിരുന്നു. നിനക്കെന്താണ് ഇപ്പോൾ എന്നും അങ്ങ് വയ്യായിക്ക? എന്നും വാടി തളർന്നാണല്ലോ വരുന്നത്. ജോലിക്ക് പോകാതിരുന്ന് പോകുന്നോണ്ടാണോ? അവൻ ചോദിച്ചു. അറിയില്ല, ഇന്ന് വയ്യാതെ ഞാൻ തളർന്നു വീണു, അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണെന്ന് അവൾക്ക് തോന്നി. ഫോൺ കയ്യിൽ തന്നെയുണ്ട്. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഫോൺ എടുക്കാഞ്ഞേ. എന്തു പറ്റി? അവൻ യാതൊരു ഭാവഭേദവുമില്ലാതെ ചോദിച്ചു. തല കറങ്ങിയതാണ്. ഷുഗറും BP ഒക്കെ ഒരുപാട് കുറവ്. ആഹാരം നന്നായി കഴിക്കണമെന്ന് പറഞ്ഞ് കുറേ മരുന്നൊക്കെ തന്നു. അവൻ മൂളി. നിനക്ക് കുറച്ച് പൈസ അഡ്വാൻസ് മേടിക്കാൻ പറ്റുമോ മുതലാളിയുടെ അടുത്തുനിന്ന്? അവൾ അന്താളിച്ച് നിന്നുപോയി. തൻ്റെ അസുഖവിവരം പറഞ്ഞിട്ട് യാതൊരു മൈൻഡും ഇല്ലാതെ പൈസ ചോദിക്കുന്നു. അതെങ്ങനെയാണ്? ഞാൻ പോയിട്ട് 10-15 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ എങ്ങനെയാണ് സാലറി ചോദിക്കുന്നത്? നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറ. അല്ലെങ്കിൽ ഭർത്താവിന് വയ്യാതെ കിടക്കുന്നെന്നോ എന്തെങ്കിലും നീ പറ. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക്. ഒരു കൂട്ടുകാരന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. നിങ്ങൾ എന്തിനു വാങ്ങിച്ച പൈസ? കുറച്ച് പൈസ അത്യാവശ്യത്തിന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അവൻ ചോദിക്കുന്നു. നീ എന്തായാലും കടയിലൊന്ന് ചോദിച്ചു നോക്ക്. എനിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമാണ്. ഞാൻ വന്ന് ചോദിക്കണോ? അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ കട്ടിലിൽ പോയി കിടന്നു. ആഹാരം വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ ഉള്ള ഒരു ത്രാണി അവൾക്ക് ഉണ്ടായിരുന്നില്ല. നാളെ ലീവ് എടുത്താലോ എന്ന് അവൾ ചിന്തിച്ചു. അത്രയ്ക്ക് വയ്യാതായിരിക്കുന്നു. എന്നിട്ട് പോലും തിരക്കാനും ആരുമില്ല. അവൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. എല്ലാം താൻ വരുത്തിവെച്ച വിനയാണ്. ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ജീവിതം എന്താണെന്നും അതിലെ യാഥാർത്ഥ്യം എന്താണെന്നും ചതി എന്താണെന്നും യഥാർത്ഥ സ്നേഹം എന്താണെന്നും എല്ലാം അവൾക്കിപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ
എല്ലാം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ജീവിതം കൈവിട്ടു പോയി. ഇനി ആകെപ്പാടെയുള്ളത് ജീവൻ മാത്രമാണ്. അതുകൂടി കൈവിട്ടു പോകുമോ എന്നാണ് ഇപ്പോൾ അവളുടെ ഭയം. താൻ കരുതിയതൊന്നും അല്ലായിരുന്നു ജീവിതമെന്നും സ്നേഹമെന്നും അവൾക്ക് വളരെ വൈകാതെ തന്നെ മനസ്സിലായി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുകയുള്ളൂ. എല്ലാം തൻ്റെ കൈവിട്ടു പോയി. കുഞ്ഞും ഭർത്താവും അമ്മയും അച്ഛനും എല്ലാം തന്നിൽ നിന്ന് പോയി. ഇനി എല്ലാം സ്വയം സഹിച്ച് ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുക, അത് മാത്രമേ ഇനി മാർഗമുള്ളൂ. ഓർക്കെ ഓർക്കെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ലാത്ത ജീവിതം. ആരെയും തനിക്ക് കുറ്റപ്പെടുത്താനും സാധിക്കില്ല. രവി തന്നെ എങ്ങനെയായിരുന്നു സ്നേഹിച്ചത്, കുഞ്ഞിനെ എങ്ങനെയായിരുന്നു സ്നേഹിച്ചത്. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും തന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലായിരുന്നു. തന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്നതാണ്, ഒരു പനി വരാൻ പോലും സമ്മതിക്കാതെ. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെ ഇപ്പോൾ അവൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. മുൻ ഭർത്താവ് രവിയുടെ സ്നേഹത്തെ അവൾക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അയാളെ അവഗണിച്ചതിന്, വയ്യാതെ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നതിനും ഒക്കെയുള്ള ശിക്ഷ താൻ ഏറ്റുവാങ്ങുകയാണെന്ന് രമ്യയ്ക്ക് തോന്നി. ഒരിക്കൽ പോലും താൻ ആ മനുഷ്യനെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. വയ്യാതെ കിടന്നപ്പോൾ പോലും താൻ അവഗണിച്ചു. ഒന്ന് കൈപിടിച്ച് സഹായിക്കാൻ പോലും താൻ കൂടെ ചെന്നിരുന്നില്ല. അവൾക്ക് ഓർക്കെ ഓർക്കെ പൊട്ടിക്കരച്ചിൽ വന്നു. അവൾ വാവിട്ട് കരഞ്ഞു. മനോജ് അകത്തേക്ക് ചെന്നു. എന്ത് കരയുന്നത്? ഒന്നുമില്ല, അവൾ പറഞ്ഞു. എന്ത്, നിനക്ക് വയ്യേ? ഒന്നുമില്ല, അവൾ പറഞ്ഞു. അവൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു. ഞാൻ നാളെ ജോലിക്ക് പോകുന്നില്ല, അവൾ പറഞ്ഞു. എന്തു പറ്റി? എനിക്കെന്തോ ഒട്ടും വയ്യായിക പോലെ. അവനൊന്നും മിണ്ടിയില്ല. നാളത്തെ കാര്യം നാളെയല്ലേ, നേരം വെളുക്കട്ടെ. കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പോ, സാലറി കട്ട് ചെയ്യത്തില്ലേ. അവൻ എപ്പോഴും പൈസയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ വയ്യായികയെക്കുറിച്ച് അവനൊരു യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പിറ്റേന്നായപ്പോൾ അവൾക്ക് ഒട്ടും വയ്യ. ഭയങ്കര പനിയും കൂടി കയറി അടിച്ചു. അവൾ മൂടി പൊതിച്ചൊരു കിടപ്പ് കിടന്നു. മനോജ് അവിടെ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിലും അവനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സമയം ഒരുപാട് വൈകിയപ്പോൾ മനോജ് അവളെ തട്ടി വിളിച്ചു. രമ്യേ, എണീക്ക്, ജോലിക്ക് പോകണ്ടേ? അനക്കമില്ല. രമ്യേ, ഒരനക്കവുമില്ല. അവൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് കുടഞ്ഞു. ചെറിയൊരു അനക്കം കൺപീലിയിൽ കണ്ടു. ജസ്റ്റ് അവളുടെ കയ്യിലൊന്ന് തട്ടിയപ്പോൾ പൊള്ളുന്ന ചൂട്. നല്ല പനിയുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ വിളിച്ചുണർത്തി. രമ്യേ, നിനക്ക് എന്ത് പറ്റി? ജോലിക്ക് പോകണ്ടേ, എഴുന്നേക്കുന്നില്ലേ? അവൻ ചോദിച്ചു. അനക്കമില്ല, പനി കൂടുതലാണെന്ന് അവന് മനസ്സിലായി. അവൻ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പനി നല്ല കൂടുതൽ. എന്തിനാ വെച്ചോണ്ടിരുന്നതെന്ന് ചോദിച്ച് ഡോക്ടർ വഴക്ക് പറഞ്ഞു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. 2 ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കണം, പ്രോപ്പറായിട്ട് ചികിത്സ വേണം, വൈറൽ ഫീവറാണ് ഡോക്ടർ പറഞ്ഞു. 2 ദിവസം അഡ്മിറ്റ് ചെയ്താൽ പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്നാണ് അവൻ ചിന്തിച്ചത്. അവളുടെ ഓഫീസിൽ ചെന്ന് ചോദിക്കാം, മുതലാളിയെ എടുത്ത് പറയാം സ്റ്റാഫ് ഇത് കണക്ക് വയ്യാതെ കിടക്കുവാണെന്ന്. അവൻ ആശ്വാസം തോന്നി. കുറച്ച് പൈസ അതിൽ നിന്ന് തനിക്കും എടുക്കാമല്ലോ. അങ്ങനെ അവൾ അഡ്മിറ്റായി. 2 ദിവസം കിടന്നു. രമ്യ അഡ്മിറ്റായതിനു ശേഷം പിറ്റേന്ന് തന്നെ മനോജ് ഓഫീസിൽ പോയി കുറച്ച് പൈസ കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് പൈസ അവനെടുത്ത് ബാക്കി ഹോസ്പിറ്റലിൽ ചിലവാക്കി, മരുന്നും ആഹാരമൊക്കെ വാങ്ങിക്കാൻ. രാവിലെ അവൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. അതിനിടയ്ക്ക് വെച്ച് അവൾ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും അവൻ തിരക്കാറില്ല. അവൻ്റെ ഈ സ്വഭാവം അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏറെക്കുറെ അവളുടെ പനി കുറഞ്ഞിരുന്നു. ഇനി ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. മനോജിന് ആശ്വാസം തോന്നി. അവളെ ജോലിക്ക് പറഞ്ഞു വിടാമല്ലോ, അതായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത. കറക്കവും കാര്യങ്ങളും കൂട്ടുകാരുമാണ് ഇപ്പോൾ അവൻ്റെ ലോകം. രമ്യ ഇപ്പോൾ അവനൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. കാരണം അവളില്ലെങ്കിൽ ഇപ്പോൾ തൻ്റെ കാര്യങ്ങളൊന്നും നടന്നു പോവില്ല. പൈസയ്ക്ക് പൈസ, വീട്ടിലെ ആഹാരം വെപ്പ്, അവൻ്റെ തുണി കഴുകൽ, ഇതെല്ലാം അവളിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവളെ കൂടെ നിന്നേ പറ്റൂ. കാരണം അവൾ ജോലി ചെയ്തുകൊണ്ട് വന്നെങ്കിലേ തനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. തനിക്ക് ജോലിക്കൊന്നും പോകാനും പറ്റില്ല. ആകെപ്പാടെ മടി. പണ്ട് മുതലേ താൻ ഇങ്ങനെ തന്നെ. ഒരു ജോലിക്കും പോകാൻ തനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും ചിലവിന് തന്നാൽ അതുകൊണ്ട് കഴിയും. ഗൾഫിലൊക്കെ പോകാതിരുന്ന എത്ര നന്നായി. അവിടെയൊക്കെ ചെന്നതിന് താൻ കഷ്ടപ്പെട്ടു പോയേനെ രവി പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ ഡിസ്ചാർജൊക്കെ ആയി രമ്യയും
മനോജും കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം മനോജ് ബഹളം തുടങ്ങി. നാളെ തൊട്ട് ജോലിക്ക് പോകണം, ലീവ് എടുക്കാൻ പറ്റത്തില്ല. ആ സാലറി ഇനി ഇതിൻ്റെ ബാലൻസ് എത്ര കിട്ടുമോ എന്തോ. അവൻ പൈസയുടെ കണക്ക് പറയാൻ തുടങ്ങി. അവളുടെ വയ്യായ്ക്കൊന്നും അവനൊരു മൈൻഡേ അല്ലായിരുന്നു. പിറ്റേന്ന് തൊട്ട് അവൾക്ക് രാവിലെ വീണ്ടും ജോലി തുടങ്ങി. ജോലിയെല്ലാം ഒതുക്കി കടയിലേക്ക് ഓടണം. അവൾ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. അവൾക്ക് ആകെപ്പാടെ 10-26 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിനോടടുക്കുന്ന രീതിയാണ്. മുഖത്താകെപ്പാടെ കറുത്ത് കരിവാളിപ്പും ചെറിയ ചുളുക്കും ഒരു വല്ലാത്ത രൂപമായി മാറി. കവളെല്ലാം ഒട്ടി, കഴുത്തിലെ കുഴിയെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. മൊത്തത്തിൽ ഒരു അവശ ലുക്ക്. ഇപ്പോൾ കണ്ടാൽ നല്ല ഏജും തോന്നിക്കും. മനോജിൻ്റെ ചേച്ചിയാണെന്നേ പറയൂ. ആ രൂപത്തിലായി. എന്ത് ഭംഗിയായിരുന്നു രമ്യയെ കാണാൻ. സ്വയം വരുത്തിവെച്ച വിനയിൽ അവൾ ഓരോ ദിവസവും നീറി പുകയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.